ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ ഉറുഗ്വേക്ക് സ്പെയിനിനോട് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു. ഇതോടുകൂടി അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടാനാവാതെ ഉറുഗ്വ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായിരുന്നു. കേവലം 2 പോയിന്റുകൾ മാത്രമാണ് അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ നേടാൻ കഴിഞ്ഞത്. ഒരൊറ്റ വിജയം പോലും നേടാൻ ഉറുഗ്വയ്ക്ക് സാധിച്ചിരുന്നില്ല. ഏതായാലും വേൾഡ് കപ്പിന് മുന്നേ ഉറുഗ്വയ്ക്ക് നല്ല ഹൈപ്പ് കൊടുത്തിരുന്ന ഒരുപാട് പേർ ഉണ്ടായിരുന്നു. ഉറുഗ്വൻ ഇതിഹാസങ്ങളുണ്ട്, മുൻ താരങ്ങളുണ്ട്, അതുപോലെ തന്നെ മുൻ പരിശീലകരും ജേർണലിസ്റ്റുകളുമുണ്ട്. മാർസലോ ബിയൽസയ്ക്ക് കീഴിൽ വളരെ ശക്തമായി കൊണ്ടാണ് ഉറുഗ്വ വരുന്നത്. പല വമ്പന്മാരെയും അട്ടിമറിക്കാൻ ഉറുഗ്വയ്ക്ക് സാധിക്കുമെന്ന് പലരും പ്രവചിച്ചിരുന്നു. മാത്രമല്ല, അർജന്റീനയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പല സ്റ്റേറ്റ്മെന്റുകളും ഉറുഗ്വയിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. അത്തരത്തിലുള്ള 2 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ആദ്യം പരിശോധിക്കുകയാണ്. ഉറുഗ്വൻ പരിശീലകനായിരുന്ന ഫെലിപ്പെ ഡി റാലിവ ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അർജന്റീനയും ഉറുഗ്വയും തമ്മിൽ നോക്കൌട്ട് സ്റ്റേജിൽ ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അർജന്റീനയെ ഉറുഗ്വ പരാജയപ്പെടുത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം നല്ല ശക്തിയോടുകൂടിയാണ് ഉറുഗ്വ ഇത്തവണ കടന്നു വരുന്നത്. അർജന്റീനയെ എനിക്കിഷ്ടമാണ്, പക്ഷേ എല്ലാവരും അവരെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീനക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് കഠിനമായ ഒരു കാര്യമായിരിക്കും. ഇതാണ് ഉറുഗ്വൻ പരിശീലകനായിരുന്ന ഫെലിപ്പെ ഡി റാലിവ പറഞ്ഞിട്ടുള്ളത്. ഇനി ഉറുഗ്വൻ ഇതിഹാസമായ ഡിയേഗോ ഫോർലാൻ വേൾഡ് കപ്പിന് മുന്നേ ഉറുഗ്വയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളെ നോക്കൌട്ട് സ്റ്റേജിൽ നേരിടാൻ അർജന്റീന ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ കൂടുതൽ അപകടകാരികളാണ്. ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവർക്കാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുക. ഉറുഗ്വയെ ലഭിക്കാതിരിക്കാനാണ് അർജന്റീന ആഗ്രഹിക്കുക. ഉറുഗ്വ നോക്കൌട്ട് സ്റ്റേജിൽ മറ്റൊരു വശത്തിലൂടെ പോകാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ഇതാണ് അവരുടെ ഇതിഹാസമായ ഡിയേഗോ ഫോർലാൻ പറഞ്ഞത്. അതായത് അർജന്റീനയെ തങ്ങൾ ഇത്തവണ തോൽപ്പിക്കും, അട്ടിമറിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഉറുഗ്വയിൽ നിന്നും വന്നിരുന്നു. അതിൻ്റെ കാരണം നമുക്കറിയാം. 2022 വേൾഡ് കപ്പിന് ശേഷം ഒരു തവണ അർജന്റീനയെ പരാജയപ്പെടുത്താൻ ഉറുഗ്വയ്ക്ക് സാധിച്ചിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നിഷ്പ്രഭമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം പിഴച്ചു. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഉറുഗ്വയ്ക്ക് പുറത്ത് പോവേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഹൈപ്പുകൾ എല്ലാം തകർന്നടിഞ്ഞു. ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ ഉറുഗ്വയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഉറുഗ്വൻ ടീമിനകത്ത് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അർജന്റീനയെ വെല്ലുവിളിച്ച ഉറുഗ്വക്കാർ ഇപ്പോൾ ഇളിഭ്യരായിക്കൊണ്ട് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.